ഞാൻ ഇന്നലെ വൈകുന്നേരം കണ്ട ഒരു പുതിയ കാർഡാണ്. എന്താണ് ആ കാർഡിൽ പറഞ്ഞിരിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയാകും, നിർദ്ദേശിച്ച് VD സതീശൻ. ന്യൂസ് മലയാളത്തിൻ്റെ കാർഡാണ്. പാലക്കാട് മുരളീധരൻ സ്ഥാനാർത്ഥിയാകും. അപ്പോൾ UDF സ്ഥാനാർത്ഥിയാവുന്നത് മുരളീധരനാണ്. മുരളിയെ വിളിച്ച് VD സതീശൻ നിർദ്ദേശം നൽകി എന്നാണ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി എന്നാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നോ? ഇല്ല. പക്ഷേ VD സതീശൻ നിർദ്ദേശിച്ചു, മുരളിയെ നിർദ്ദേശിച്ചു പാലക്കാടേക്ക്. അതുകൊണ്ട് പാലക്കാട് കെ മുരളീധരനാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയെന്ന് ന്യൂസ് മലയാളം പറയുന്നു. അത് ഇന്നലെ പറഞ്ഞതാണ്. ഇന്നലെ രാവിലെ എന്തായിരുന്നു പറഞ്ഞത്? അല്ല, കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഉറപ്പിച്ചു, പ്രചരണം തുടങ്ങി. അതിന് തൊട്ട് പിന്നാലെ പത്മജ വേണുഗോപാൽ BJPയുടെ സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവിൽ. സഹോദരനും സഹോദരിയും തമ്മിലുള്ള അപൂർവ മത്സരം വട്ടിയൂർക്കാവിൽ. ഇങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ തൊട്ട് തലേ മണിക്കൂറുകളിൽ, അതിൻ്റെ മുന്നത്തെ മണിക്കൂറുകളിൽ വാർത്തകൾ ഇങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാകും, വട്ടിയൂർക്കാവിൽ ആര് സ്ഥാനാർത്ഥിയാകും, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും UDFൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കുമെന്നുള്ളത് പ്രഖ്യാപനം വരും. അപ്പം അതിനു മുമ്പ് ഈ പറയുന്ന ഈ കാർഡ് ഇറക്കൽ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ വട്ടിയൂർക്കാവിലുണ്ടായിരുന്ന മുരളീധരനെ പാലക്കാട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാർഡ് വരുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒക്കെ എന്തായിരുന്നു? കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഉറപ്പിച്ചു, സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു, വട്ടിയൂർക്കാവിൽ പ്രചരണങ്ങൾ തുടങ്ങി, ഇതായിരുന്നു. അപ്പോൾ അതിനിടയിൽ കൂടി വേറെ ആരോ വട്ടിയൂർക്കാവിൽ സഹോദരി സഹോദരൻ മത്സരം. ആരൊക്കെ? മുരളീധരൻ കോൺഗ്രസിന് വേണ്ടിയിട്ട്, പത്മജ വേണുഗോപാൽ BJPക്ക് വേണ്ടിയിട്ട് മത്സരിക്കും എന്നുള്ളത് മറ്റേ വേറൊരാളുടെ ഒരു കാർഡ്. അങ്ങനെ കാർഡുകൾ ഇങ്ങനെ നിരന്തരമാക്കി ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിനിടയിൽ ഈ പറയുന്ന ന്യൂസ് മലയാളം, റിപ്പോർട്ടർ TV, കൈരളി TV പോലെയുള്ള PR ടീമുകൾ മാക്സിമം കോൺഗ്രസിനെ കുറിച്ച്, UDFനെ കുറിച്ചുള്ള കാർഡുകൾ വേണ്ടുവോളം ഇറക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഒരു അപശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അപസ്വരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മുരളീധരനെ പാലക്കാട്ടേക്ക് VD സതീശൻ നിർദ്ദേശിച്ചോ? ഇല്ല. അങ്ങനെ ഒരു ചർച്ച നടന്നോ? അതും അറിയില്ല. എന്നാലും ഇവർ പറയും എന്ത്? പാലക്കാട് ഓരോ മണിക്കൂറിൽ ഇങ്ങനെ മാറ്റി പറയുന്നു. അപ്പോൾ ഈ പറയുന്ന നായ്ക്കൊക്കെ ഇച്ചിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഒരു ഇച്ചിരി ഉളുപ്പ്. ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ഇവരെന്താ പറഞ്ഞത്? വട്ടിയൂർക്കാവിൽ മുരളീധരൻ ഉറപ്പിച്ചു, പ്രചരണം തുടങ്ങി. ഒരു മണിക്കൂർ കഴിയുമ്പോൾ എന്താ പറഞ്ഞത്? പാലക്കാട്ടേക്ക്. ഇവിടെ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ചർച്ചകൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെ മുരളീധരൻ പാലക്കാട്ടേക്ക്. അതിന് കുറച്ച് മുമ്പ് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ഇനിയിപ്പോൾ ആരാണെന്നുള്ളതാണ്. വട്ടിയൂർക്കാവിൽ ഇത്രയും ദിവസം മുരളിയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് വട്ടിയൂർക്കാവിൽ നിന്ന് മുരളി ഇനിയിപ്പോൾ റോക്കറ്റിലാണോ പാലക്കാട്ടേക്ക് വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം വട്ടിയൂർക്കാവിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് എത്തണമെങ്കിൽ എന്തായാലും ഒരു 4-5 മണിക്കൂർ വേണം, അല്ലേ? 4-5 മണിക്കൂർ റണ്ണിങ് ടൈം എന്തായാലും ഉണ്ട്. പക്ഷേ ആ ഒരു റണ്ണിങ് ടൈം പോലും ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. കാരണം ഉച്ചക്ക് 12:30 പറഞ്ഞത് വട്ടിയൂർക്കാവിൽ മുരളി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. എന്നാൽ അതേ ദിവസം ഇന്നലെ ഉച്ചക്ക് 12:30 വട്ടിയൂർക്കാവിൽ പ്രചരണം തുടങ്ങി എന്ന് പറഞ്ഞ ആളുകൾ 1:45, അതായത് 12:30, 1:30, 1:45, 1:45, 1 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞപ്പോൾ പറയാണ് മുരളി എവിടെ എത്തി? പാലക്കാട്ടെത്തി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? UDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF തൂക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അത് പലർക്കും നല്ല ബോധ്യമായിട്ടുണ്ട്. പലർക്കും എന്ന് പറഞ്ഞാൽ പലർക്കും. പിണറായി വിജയൻ്റെത് നക്കിക്കൊടുക്കുന്നവർക്ക് പോലും ആ കാര്യം ഉറപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെന്താണ് പരിപാടി? എന്തെങ്കിലും ഒരു കാലിനിടയിൽ കോലിട്ട് തിരിക്കുന്ന ഏർപ്പാട് നടത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മുരളിയെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ എന്താ കാര്യം? കെ മുരളീധരനെ പാലക്കാട്ടേക്ക് എത്തിക്കാനല്ല വട്ടിയൂർക്കാവിലുണ്ടായ മുരളീധരൻ
ആ വട്ടിയൂർക്കാവ് വിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിലോ അല്ലെങ്കിൽ അവിടെ എവിടെയോടൊന്നും ഇല്ലാതെ നേരെ പാലക്കാട്ടേക്ക് എത്തിക്കാനുണ്ടായ കാരണം എന്താ? അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? കാരണം ഈ ഈ കാർഡ് ഇറക്കുന്നവർക്ക് ഒരു ബോധ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിൻ്റെ സിറ്റിംഗ് MLA, അയാളുടെ ജനപ്രീതിക്ക് യാതൊരു കുറവും കോട്ടവും എവിടെയും തട്ടിയിട്ടില്ല എന്നുള്ളത് ഈ കാർഡ് ഇറക്കുന്നവർക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അയാൾക്ക് വലിയ ഒരു പിന്തുണയുണ്ട്, അയാൾക്ക് വലിയ സപ്പോർട്ടുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ മുരളിയെ ഇങ്ങനെ പാലക്കാട്ടേക്ക് ബന്ധിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ പരത്തുക, അതുവഴി മുരളിക്ക് നേരെ ഒരു സൈബർ ആക്രമണത്തിനുള്ള സ്കോപ്പ് ഉണ്ടാക്കി കൊടുക്കുക, ഇതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അതല്ലാതെ മുരളി ഇപ്പോൾ പാലക്കാട് മത്സരിക്കാൻ വന്നിട്ടോ അല്ലെങ്കിൽ മത്സരിക്കാൻ ഉറപ്പിച്ചിട്ടോ തീരുമാനിച്ചിട്ടോ ഒന്നുമില്ല. പാലക്കാട്ട് മുരളി മത്സരിക്കുന്നു വെറുതെ അങ്ങോട്ട് പറയുക, എന്നിട്ട് ഈ പറയുന്ന ഒരു സൈബർ ആക്രമണം, ഈ സൈബർ ആക്രമണം ആരാ നടത്തുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണോ? അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്നേഹിക്കുന്നവരാണോ? അല്ല. കോൺഗ്രസ്സുകാരാണോ? അല്ല. പിന്നെ ആരാ ഈ സൈബർ ആക്രമണം നടത്തുന്നത്? സൈബർ ആക്രമണം നടത്തുന്നത് CPMൻ്റെ അന്തംഗമ്മി അടിമകളാണ്. മനസ്സിലായില്ലേ? അത് ഈ പറയുന്ന കോൺഗ്രസ് പ്രൊഫൈലുകൾ എന്നുള്ള രീതിയിൽ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട്, ഫേക്ക് പേജുകൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ കോൺഗ്രസ്സുകാരെ തെറി വിളിക്കുക. അപ്പോൾ ഇത് കാണുന്നവൻ എന്താ വിചാരിക്കുക? കോൺഗ്രസ്സുകാരൻ വല്ലാത്തൊരവസ്ഥ തന്നെ, ഐറ്റങ്ങൾ തമ്മിലടിയാണ്. ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി ഉണ്ടായപ്പോൾ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ, അന്ന് VD സതീശനെതിരെ വൻ സൈബർ ആക്രമണമായിരുന്നു. എല്ലാം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭാവികളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണക്കുന്ന ആളുകളാണ്, ഒക്കെയാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നോ? അല്ല. ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടുകളായിരുന്നു. കോൺഗ്രസ് അനുഭാവികളാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ള രീതിയിലുള്ള ഫേക്ക് ഹാൻഡിലുകൾ, പേജുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ VD സതീശനെ തെറി വിളിക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഇപ്പം അതേ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് മുരളി എന്നുള്ള ഒരു കാർഡ് ഇറക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് എൻ്റെ താഴെ നിർദ്ദേശം നൽകി VD സതീശൻ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ പാലക്കാട്ടേക്ക് മുരളി നിർദ്ദേശിച്ചത് VD സതീശൻ. അപ്പം എന്തായി? ഒരേ വെടിക്ക് 2 പേര് കൊത്തിക്കീറുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. ഒരു വെടിക്ക് ഒന്ന് മുരളിയെയും ഒന്ന് VD സതീശനെയും. ആര് കൊത്തിക്കീറും? അന്തംഗമ്മി അടിമകളുടെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള ഈ സൈബർ ആക്രമണം നിരന്തരമായി നേരിടേണ്ടി വരും. ഇതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇറക്കിയ ആരാൾ? ന്യൂസ് മലയാളം. ഓർക്കണം, ആരൊക്കെ? സനീഷും ഹർഷനും. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു, ഇന്നലെ നമ്മൾ വേറൊരു വാർത്ത കണ്ട്. എന്താണ്? പ്രതിപക്ഷ നേതാവിന് സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. പൊതുയുഗ യാത്ര നയിക്കുന്ന VD സതീശന് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ പുതുയുഗ യാത്രയിൽ ഒന്നടങ്കം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തത്, എല്ലായിടത്തും VD സതീശനെ ചുമലിലേറ്റിക്കൊണ്ടാണ് ജനം കൊണ്ടു നടക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കയറിയിട്ട് VD സതീശനെ മാന്താനാണ് DYFI ക്രിമിനലുകളുടെ പ്ലാന്, പദ്ധതി എന്ന് പറയുന്നത്. എന്താ ലക്ഷ്യം? എന്താ കാര്യങ്ങൾ എല്ലാം കയ്യിൽ നിന്ന് പോവുകയാണ്. രാജാവ് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്നതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കാർഡുകൾ ഇറക്കി, അഭ്യൂഹങ്ങൾ പരത്തി, മാക്സിമം ഒരു ഈ സൈബർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ അന്തംഗമ്മി അടിമകൾ, ഇപ്പോൾ ഈ SFIക്കാരൻ, ഒരു DYFIക്കാരൻ, ഒരു CPMകാരൻ, അങ്ങനത്തെ ഒരാൾ VD സതീശനെ വിമർശിക്കുക, അല്ലെങ്കിൽ K മുരളീധരനെ വിമർശിക്കുക, അധിക്ഷേപിക്കുക, തെറി വിളിക്കുക എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. പിന്നെ VD സതീശനെയും മുരളിയെയും ആര് വിമർശിക്കണം?
കോൺഗ്രസ്സുകാരനെന്ന് തോന്നിക്കുന്ന ആൾ വിമർശിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെന്ന് തോന്നിക്കുന്ന ആൾ വിമർശിക്കണം, തെറി വിളിക്കണം. അതിലെന്തുണ്ട്? അത് തന്നെ, അതാണ് ലക്ഷ്യം. അപ്പോൾ അത് വെറുതെ ചെയ്യാൻ പറ്റുമോ? വെറുതെ ചെയ്യാൻ പറ്റൂല. അതിനെന്തെങ്കിലും ഒരു കാരണം വേണം. ആ കാരണമാണ് ഇത്തരത്തിൽ CPM-ൻ്റെ പിണറായി വിജയൻ്റെ AKG സെൻറ്ററിൻ്റെ ഒക്കെ PR ടീമുകളായിട്ടുള്ള ഈ ന്യൂസ് മലയാളത്തെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ കാർഡുകൾ ഇറക്കിക്കൊണ്ട് സഹായിക്കുന്നത്. ഈ കാർഡ് ഇറക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോനേക്കാളും കൂടുതൽ ഈ ഒരു കാർഡിന് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ കാർഡുകൾ വെച്ചുകൊണ്ട് അതിന് ഒരു മൈലേജ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവമാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഒരു വീഡിയോ റിപ്പോർട്ട് പുറത്തുവിടുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കാർഡുകൾ ഇറക്കിക്കൊണ്ട് അതൊരു ന്യൂസ് മലയാളത്തിൻ്റെ ഒരു കാർഡ് വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ VD സതീശനെതിരെ, K മുരളീധരനെതിരെ ഒക്കെ തിരിയാൻ വേണ്ടി ആക്രമിക്കാനുള്ള ഒരു മാർഗം, ഒരു കാരണമാക്കി മാറ്റുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള നെറികെട്ട ചെറ്റത്തരങ്ങൾ CPM ഹാൻഡിലുകളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.